നമസ്കാരം. ടോപ് 10ലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ചർച്ചയ്ക്ക് വീര്യവും എതിർപ്പും കൂടുതലാണെങ്കിലും ബജറ്റിൽ തിരുത്തലില്ലെന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പ്രഖ്യാപിച്ച നികുതി ഘടന മാറ്റില്ലെന്നും ഉറപ്പിച്ചു. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറച്ച് കുറഞ്ഞ വിലയിൽ എത്തുമോ എന്നതാണ് ചോദ്യം. മദ്യനയം അംഗീകരിച്ചാൽ മാത്രമേ വിൽക്കാനാകൂ എന്നതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. മുന്നണിയിലും സർക്കാരിലും സമൂഹത്തിലുമുള്ള എതിർസ്വരങ്ങളെ അനുനയിപ്പിച്ച് നടപ്പിലാക്കാനാണോ സർക്കാർ ശ്രമം എന്നതിനും പ്രസക്തിയുണ്ട്. ബജറ്റിൽ തിരുത്താത്തത് നയത്തിൽ തിരുത്തുമോ എന്നത് കാത്തിരുന്ന് കാണാം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന സർക്കാർ മാറ്റില്ല. ധനബില്ല് പ്രാബല്യത്തിൽ വന്നാലും മദ്യനയം അംഗീകരിച്ചാൽ മാത്രമേ വിൽപ്പന നടക്കൂ എന്ന വാദമുയർത്തി സർക്കാരിന്റെ പ്രതിരോധം. വിമർശനം മയപ്പെടുത്തി KCBCയും സമസ്തയും. ലീഗുമായും VM സുധീരനുമായും മുഖ്യമന്ത്രി സമവായ ചർച്ച നടത്തിയേക്കും. മാസപ്പടി കേസിൽ അന്വേഷണം പിണറായി സർക്കാരിലേക്ക്. കരിമണൽ കമ്പനിക്ക് ഇടത് സർക്കാരിൽ നിന്നും ലഭിച്ച സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം. വീണയെ വീണ്ടും ED ചോദ്യം ചെയ്യും. EDയെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒത്തുകളിക്ക് കൂടുതൽ തെളിവുകൾ. വെനസ്വലയിൽ ഭൂകമ്പത്തിൽ മരണസംഖ്യ 589ആയി. 3000-ഓളം പേർക്ക് പരിക്ക്. 50,000-ഓളം പേരെ കാണാനില്ല. അടിയന്തര സഹായവുമായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ പുറപ്പെട്ടു. കരസേനയുടെ മെഡിക്കൽ സംഘവും ടീമിൽ. ഫിലിപ്പൈൻസിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. അയോധ്യയിലെ സംഭാവന തട്ടിപ്പ് ആസൂത്രിതമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ട്. ജീവനക്കാർ കാണിക്കപ്പെട്ടികളിൽ നിന്നും പണം തട്ടിയത് CCTV ക്യാമറകൾ മറച്ചുവെച്ച്. പണം ഒളിപ്പിച്ചത് ശുചിമുറിയിലെന്നും SIT. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും അംഗം അനിൽ മിശ്രയും രാജിവെച്ചു. രാജി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തെന്ന് ട്രസ്റ്റ്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടനെന്ന് സൂചന. ധർമ്മേന്ദ്ര പ്രധാനും ഹർദീപ് സിംഗ് പുരിയും പുറത്തേക്ക്. നിർമ്മലാ സീതാരാമന്റെ വകുപ്പ് മാറിയേക്കും. RBI മുൻ ഗവർണർ ശക്തികാന്ത ദാസും അനുരാഗ് ഠാക്കൂറും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ SIRും ഉൾപ്പെടുത്തി NCERT. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയും. 500 മുതൽ 700 രൂപ വരെ കുറയാൻ സാധ്യത. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിലും മാറ്റമുണ്ടായേക്കും. എണ്ണക്കമ്പനികളുമായി ചർച്ച നടത്തി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 70നും താഴെ. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന നാവികരെ പുറത്തെത്തിക്കുന്നത് വൈകും. തിരുവനന്തപുരം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് UDF നീക്കം. ഭരണസ്തംഭനമെന്നും മാലിന്യ നീക്കം തടസ്സപ്പെട്ടെന്നും UDF. അവിശ്വാസം വന്നാൽ നേരിടുമെന്നും 5 വർഷത്തേക്ക് സുരക്ഷിതമെന്നും മേയർ VV രാജേഷ്. അവിശ്വാസ പ്രമേയത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്ന് LDF. അറസ്റ്റിലായ കൗൺസിലർ സുഗതന് ജാമ്യം ലഭിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മേയർ. സംഘർഷമുണ്ടായത് CPMന്റെ അഴിമതി പുറത്തായപ്പോഴെന്ന് രാജീവ് ചന്ദ്രശേഖർ. നായകനായി ശ്രേയസിന്റെ അരങ്ങേറ്റം തോൽവിയോടെ. അയർലൻഡിനെതിരെ ആദ്യ T20യിൽ ഇന്ത്യക്ക് 34 റൺസിന്റെ തോൽവി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ അർജന്റീനയുടെ എതിരാളികളെ ഇന്നറിയാം. ഫ്രാൻസ് നോർവേ പോരാട്ടം രാത്രി 12:30 മുതൽ. നോക്കൌട്ടിൽ ബ്രസീലിന്റെ എതിരാളികൾ ജപ്പാൻ. നെതർലാൻഡിന് എതിരാളികൾ മൊറോക്കോ. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. ഞായറാഴ്ച മുതൽ പരക്കെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. തിങ്കളാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ല. സ്റ്റോറി ഓഫ് ദ ഡേ. പഠന മികവിൽ മാരുതി ഇലക്ട്രിക്കായി. വാർത്തകൾ വിശദമായി നോക്കാം.
കോൺഗ്രസിലും UDFിലും എതിർപ്പുകൾ തുടരുന്നതിനിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന സർക്കാർ മാറ്റില്ല. ധനബില്ല് പ്രാബല്യത്തിൽ വന്നാലും മദ്യനയം അംഗീകരിച്ചാൽ മാത്രമേ വിൽപ്പന നടക്കൂ എന്ന വാദം ഉയർത്തിയാണ് സർക്കാരിന്റെ പ്രതിരോധം. മദ്യനയം UDFിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ചാൽ മാത്രമേ പ്രാബല്യത്തിൽ വരൂ എന്ന് ഉറപ്പു നൽകി എക്സൈസ് മന്ത്രി M. ലിജു ഉൾപ്പെടെയുള്ള മന്ത്രിമാർ. അതിനിടെ പുതിയ നികുതി ഘടനയിൽ സർക്കാരിനോടുള്ള വിമർശനം മയപ്പെടുത്തി സഭയും സമസ്തയും ഇന്ന് രംഗത്ത് വന്നു. അതേസമയം ലീഗുമായും VM സുധീരനുമായും മുഖ്യമന്ത്രി സമവായ ചർച്ച നടത്താനും സാധ്യതയുണ്ട്. ഉപസമിതിയെ വെക്കാനും സാധ്യത തെളിയുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ ബജറ്റ് പ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകില്ല. ബജറ്റിലെ നിർദ്ദേശം ഫിനാൻസ് ബില്ലിന് വിട്ടാലും മദ്യനയം അംഗീകരിച്ചാൽ മാത്രമേ വിൽപ്പന നടത്താനാകൂ. അതിനാൽ UDFിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്ന മദ്യനയത്തിനാണ് പ്രാധാന്യം. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമെന്നാണ് UDF തീരുമാനിക്കുന്നതെങ്കിൽ മാത്രമേ ഈ നികുതി ഘടന ബാധകമാകുകയുള്ളൂ. എന്നാൽ അത്തരമൊരു തീരുമാനം UDF കൈകൊള്ളില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനത്തിൽ മുഖ്യമന്ത്രിയോട് വിയോജിപ്പുണ്ടെങ്കിലും തൽക്കാലം മുന്നണിയിൽ ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനിക്കൂ എന്ന് ഏകസ്വരത്തിൽ മന്ത്രിമാർ ആവർത്തിക്കുകയാണ്. വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന എക്സൈസ് മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിൽ മദ്യവിൽപ്പന ഏത് തരത്തിലുള്ള മദ്യവിൽപ്പനയെ സംബന്ധിച്ചും അന്തിമ വാക്ക് പോളിസിയാണ്. ആ പോളിസി വന്നതിന് ശേഷം മാത്രമേ അത്തരം വിൽപ്പനയൊക്കെ സംബന്ധിക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതാണ് സർക്കാരിൻ്റെ നയമെന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. ഒരു സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തണമെങ്കിൽ അതിനുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടണം. അതിന് സർക്കാർ ശ്രമിക്കും. അതൊക്കെ പാർട്ടിയും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതൊക്കെ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ അത് കഴിഞ്ഞ കാലത്തെ പോലെ ഏകപക്ഷീയമായിട്ടല്ല. ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്തിട്ടേ അതിലേക്ക് പോകൂ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതേസമയം ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനമെടുക്കൂവെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെ സഭയും സമസ്തയും സർക്കാരിനെതിരായ വിമർശനം മയപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്ത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും സർക്കാരിന് ഇഷ്ടമുള്ള മദ്യനയം പ്രഖ്യാപിക്കാമെന്ന് ജെഫ്രി മുത്തുക്കോയ തങ്ങളും രംഗത്ത് വന്നു. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാനും അതിന്റെ പുകമറയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നിലപാടുകളെ തള്ളിപ്പറയാനും മുഖ്യമന്ത്രി എടുത്ത ആർജവത്വം അഥവാ ധീരത അത് തികച്ചും അഭിനന്ദനാർഹമാണ്. അവരുടെ നയത്തിൽ നമ്മൾ എതിർക്കല്ല. അവർക്ക് സർക്കാരിനൊക്കെ ഇഷ്ടമുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരാം. അത് വേറൊന്ന് ഐക്യം പുലരാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ മുന്നണിക്കുള്ളിൽ പരസ്യ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് VM സുധീരനെയും ലീഗ് നേതാക്കളെയും കണ്ട് അനുനയിപ്പിക്കാനും സാധ്യതയുണ്ട്. അധികാരമേറ്റ് 1 മാസമായപ്പോഴേക്കും പല തീരുമാനങ്ങളും എടുത്ത ശേഷം ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇനി ബജറ്റിലെ പ്രഖ്യാപനം കൂടി തിരുത്തേണ്ടി വന്നാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് മുഖ്യമന്ത്രി. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം. മദ്യനയത്തിലെ VM സുധീരന്റെ അഭിപ്രായത്തെ പരിഹസിച്ച മുൻ എക്സൈസ് മന്ത്രി K. ബാബു മുന്നണിയിൽ എല്ലാവർക്കും അഭിപ്രായമുണ്ടെന്നും മദ്യനയം ആവിഷ്കരിക്കാൻ UDFിന് പ്രയാസമാണെന്നും K. ബാബു പറഞ്ഞു. മദ്യനയത്തിൽ വിമർശിക്കുന്നവർ സർക്കാരിനെ സഹായിക്കുകയാണെന്നാണ് താൻ കരുതുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തനിക്കും ആ പിന്തുണ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടെന്നും K. ബാബു പരിഹസിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് നിർദ്ദേശം ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുന്ന വേളയിൽ പിൻവലിക്കണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരന്റെ ആവശ്യത്തോടായിരുന്നു K. ബാബുവിന്റെ പ്രതികരണം. മദ്യനയം ആവിഷ്കരിക്കാൻ UDFിന് ബുദ്ധിമുട്ടാകുമെന്ന് താൻ നേരത്തെ പറഞ്ഞതാണ്. ഓരോരുത്തർക്കും ഓരോ നയമാണ്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ്. അവരെല്ലാം സർക്കാരിനെ സഹായിക്കുകയാണെന്നാണ് താൻ കരുതുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ആ പിന്തുണ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടെന്നും K. ബാബു പ്രതികരിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെന്റിലുണ്ടായ സമയത്തും ചിലരെല്ലാം അവരവരുടേതായ നിലപാടുകളുമായിട്ട് വന്നു. അതിൻ്റെ ഒരു ആവർത്തനം ഇപ്പോൾ നടക്കുന്നുള്ള കഴിഞ്ഞ് എനിക്കിതിനകത്തൊരു അത്ഭുതമില്ല. കാരണം ഇത് നേരത്തെ ഞാൻ കുറേ അനുഭവിച്ചതാണ്. ഇപ്പോൾ ആ ആളുകളൊക്കെ തന്നെ പലരുമാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളാരും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം ഗവൺമെന്റിനെ സഹായിക്കാൻ സജീവമായിട്ട് രംഗത്തുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുമെന്ന പ്രഖ്യാപനത്തെ വിമർശിക്കാൻ LDFിന് ധാർമ്മികമായ അവകാശമില്ലെന്നും K. ബാബു പറഞ്ഞു. മദ്യലഭ്യത കുറക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ച നടപടികൾ 10 വർഷം കൊണ്ട് ഇല്ലാതായി. LDF സർക്കാർ കേരളത്തെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഹബ്ബാക്കി മാറ്റിയെന്നും K. ബാബു കുറ്റപ്പെടുത്തി.
കേരളത്തിൽ UDF ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ കൊണ്ടുവന്ന മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കാനുള്ള എല്ലാ നടപടികളും കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇല്ലാതായി. ഞങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ എത്ര 28ഓ 30ഓ ബാർ ഹോട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം 1000 ബാർ ഹോട്ടലായി. അന്ന് പറഞ്ഞൊരു ന്യായം കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നു, അതുകൊണ്ട് മദ്യത്തിൻ്റെ ലഭ്യത ഉണ്ടാകണം, അതുകൊണ്ടാണ് ബാർ തുറന്നതെന്നാണ് പറഞ്ഞ ന്യായം. പക്ഷേ പിന്നീട് കണ്ടത് കേരളത്തിൽ മദ്യവും ഒഴുകി മയക്കുമരുന്നിൻ്റെ ഹബ്ബായി കേരളം മാറുകയും ചെയ്തു. മദ്യനയം ആവിഷ്കരിച്ചിട്ടില്ലെന്നും നികുതി മാത്രമാണ് തീരുമാനിച്ചതെന്നും കെ ബാബു പറഞ്ഞു. ഇല്ലാതിരുന്ന മേഖലയിലേക്കാണ് നികുതി കൊണ്ടുവരുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് LDF ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി. ലഹരി മാഫിയക്കെതിരെ തൂഫാൻ ആഞ്ഞടിക്കുന്നു. സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ വേരറക്കുമെന്നും അതിനായി സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നടന്ന വിമുക്തി ലഹരി വിരുദ്ധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടന്നത്. ലഹരിയെ വേരോടെ പിഴുതെറിയാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായ ഘട്ടത്തിലാണ് ഇത്തവണ ലോക ലഹരി വിരുദ്ധ ദിനാചരണവും വന്നെത്തിയത്. തൂഫാന്റെ അനുബന്ധ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടന്ന ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ടതും. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന വിമുക്തി ലഹരി വിരുദ്ധ റാലി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിയെ പിഴുതെറിയാൻ ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ആ മാഫിയയെ മുഴുവൻ എവിടെ നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് സംസ്ഥാനത്തു നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് മാർഗത്തിലൂടെയാണ് വരുന്നതെങ്കിലും അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന ഫണ്ട് റൺ റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരത്തിൽ ബഹുജന പങ്കാളിത്തത്തിൽ ലഹരി വിരുദ്ധ ഫണ്ട് റൺ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA G സുധാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിരവധി പേരാണ് ഓരോ ദിവസവും പോലീസിന്റെ വലയിലാകുന്നത്. ജൂൺ 2 ആരംഭിച്ച ഈ ഓപ്പറേഷന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ 3300-ലധികം പേർ അറസ്റ്റിലാവുകയും 3000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഇന്ന് 780 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. അരൂർ സ്വദേശി രതീഷാണ് പിടിയിലായത്. ലഹരിക്കടത്തിന് ഉപയോഗിച്ച സ്കൂട്ടറും പിടികൂടിയിട്ടുണ്ട്. കോട്ടയം വൈക്കം വെള്ളൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 3000 പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. വെള്ളൂർ പെരുവ സ്കൂൾ ഭാഗത്തു നിന്നുമാണ് കാറിൽ കടത്തുകയായിരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയത്. സംഭവത്തിൽ ഏറ്റുമാനൂർ സ്വദേശി വിനീഷ്, ഈരാറ്റുപേട്ട സ്വദേശി ഷിഹാബുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം അമിതമായ ലഹരി ഉപയോഗമെന്ന നിഗമനത്തിലാണ് പോലീസ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. ലഹരിക്കടിമപ്പെടുന്ന കുട്ടികളെ പുനരധിവസിപ്പിക്കാൻ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്ന് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി V അബ്ദുൾ ഗഫൂർ തൃക്കാക്കര ഭാരത് മാതാ കോളേജിൽ നടന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ആദ്യമായി ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങുന്നതിനു വേണ്ടി 2 കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ആഭ്യന്തരം, എക്സൈസ്, വിദ്യാഭ്യാസം, സാംസ്കാരികം, സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ കൂട്ടായാണ് സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് രാജ്യവും സംസ്ഥാനവും നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിലൊന്നാണ് ലഹരി. കൊച്ചി പോലുള്ള ഒരു സ്ഥലത്തെ കേരളത്തിന്റെ മയക്കുമരുന്ന് ഹബ്ബായി മാറ്റാനുള്ള വലിയ ശ്രമം ലഹരി മാഫിയകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിനെ ചെറുക്കേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, പൊതുസമൂഹവും സർക്കാരിനൊപ്പം നിൽക്കണമെന്ന് മന്ത്രി അബ്ദുൾ ഗഫൂർ പറഞ്ഞു. നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടു പരിചയിച്ച അന്താരാഷ്ട്ര മാഫിയകൾ ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. അത്രയും മയക്കുമരുന്ന് ലോബി നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മയക്കുമരുന്നിനെ ഏറ്റവും കൂടുതൽ അടിമപ്പെടുന്നത് വിദ്യാർത്ഥികളാണ്. കുട്ടികളെ ഇതിന്റെ കണ്ണിയായി മാറ്റാൻ ലഹരി മാഫിയകൾ ശ്രമിക്കുകയാണെന്നും ഇതിനെ ഏതു വിധേനയും ചെറുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ രാജ്യത്ത് ആദ്യമായി തന്നെ
ഒരു ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ തുറക്കാനുള്ള പരിപാടിയുണ്ട്. ജില്ലാ കളക്ടർ എറണാകുളത്ത് നിന്ന് ഒരാഴ്ചക്കുള്ളിൽ അതിനുള്ള പ്രപ്പോസൽ തരാമെന്ന് അവർ പറയുകയുണ്ട്. നമുക്ക് 2 or 3 സെൻ്ററുകൾ നമുക്ക് ചിലപ്പോൾ തുടങ്ങാൻ സാധിക്കാം. തൃക്കാക്കരയിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണ ചടങ്ങിൽ ഉമാ തോമസ് MLA, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ അരുൺ S. നായർ, ജില്ലാ കളക്ടർ G. പ്രിയങ്ക, തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. മാസപ്പടി കേസിൽ അന്വേഷണം എങ്ങോട്ട് നീളുന്നു? CMRL എക്സാലോജിക് ഇടപാടിൽ കൂടുതൽ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. വീണയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. വീണയുടെ മൊഴികളിൽ അവ്യക്തതയുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട്. കരിമണൽ കമ്പനിക്ക് പിണറായിയുമായി ബന്ധമുണ്ടോ? പിണറായി സർക്കാരിന്റെ കാലത്ത് CMRL കമ്പനിക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കും. CMRLന് വഴിവിട്ട സഹായം പിണറായി സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം ED അന്വേഷിക്കും. വീണയുടെ 3ാം ഘട്ട ചോദ്യം ചെയ്യൽ ഉടനെയുണ്ട് എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ. ചോദ്യം ചെയ്യൽ വീണയ്ക്ക് നിർണായകമാണ്. 2.78 കോടി രൂപയാണ് വിവിധ സേവനങ്ങൾക്കായി CMRLും അനുബന്ധിച്ച സ്ഥാപനങ്ങളിൽ നിന്നുമായി വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സേവനം സംബന്ധിച്ചാണ് ഇപ്പോഴും ആശയക്കുഴപ്പവും അവ്യക്തതയും നിലനിൽക്കുന്നത്. കേസിൽ 2 തവണ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും വീണയിൽ നിന്ന് ഇനിയും വിവരങ്ങൾ ലഭിക്കാനുണ്ടെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. നിലവിൽ വിവിധ ഏജൻസികൾ നൽകിയ വിവരങ്ങൾ ED വിശദമായി പരിശോധിച്ചു വരികയാണ്. ഒപ്പം CMRL കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്നും ഡയറക്ടർമാരിൽ നിന്നും എടുത്ത മൊഴികളും വീണ പറഞ്ഞ കാര്യങ്ങളുമായി ഒത്തുനോക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത് സാങ്കേതികമായി ഉണ്ടായ പിഴവുകളാണോ എന്നതും പരിശോധിക്കുന്നുണ്ട്. അതേസമയം കരിമണൽ ഖനന കമ്പനിക്ക് പിണറായി സർക്കാരിന്റെ കാലത്ത് കൂടുതൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ED പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് സാമ്പത്തിക സഹായം കമ്പനി നൽകിയതായി മുൻപ് വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരമൊരു അന്വേഷണം. അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിൽ മാത്രമായിരിക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ED എത്തുക. അതേസമയം കടുത്ത നടപടികളിലേക്ക് ED ഈ ഘട്ടത്തിൽ പോകാനുള്ള സാധ്യതയുമില്ല. കേന്ദ്ര ഏജൻസി ഇതുവരെ അന്വേഷിച്ചതിൽ ഏറ്റവും കുറഞ്ഞ തുകയുടെ ക്രമക്കേടാണ് CMRL എക്സാലോജിക് ഇടപാട്. ഏതായാലും അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വീണ ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ കുരുക്ക് മുറുകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തിൽ കരിമണൽ കൊള്ളയുടെ 2ാം ഘട്ടം VD സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. കേരളത്തിലെ തീരമേഖലയിലെ കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് സഭയിൽ പറഞ്ഞ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. തെലങ്കാന ആസ്ഥാനമായ മിഡ് വെസ്റ്റ് എന്ന കമ്പനിയുമായി ധാരണ ഉണ്ടാക്കിയിട്ടാണ് സ്വകാര്യവൽക്കരണം ഇല്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. KMML ഖനനം ചെയ്തെടുക്കുന്ന ധാതുക്കൾ മിഡ് വെസ്റ്റിന് നൽകാനാണ് ധാരണ. മാസപ്പടി കേസ് നിലനിൽക്കുമ്പോൾ പോലും വലിയ അഴിമതിക്ക് കോപ്പ് കൂട്ടുകയാണ് സംസ്ഥാന സർക്കാരെന്നും ഷോൺ ജോർജ് കോട്ടയത്ത് ആരോപിച്ചു. കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കരിമണൽ കൊള്ളയുടെ അടുത്ത ഭാഗം ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ തുടരാനുള്ള എല്ലാ കോപ്പും കൂട്ടിയിരിക്കുന്നു. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ ശരിയാണ്, KMML നടപ്പിലാക്കുള്ളൂ. പക്ഷേ ഇത് നടപ്പിലാക്കാൻ പോകുന്നത് മിഡ് വെസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന തെലങ്കാന ബേസ്ഡ് കമ്പനി. ഇത് റെഡ്ഡി, ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കോളറെഡ്ഡി രാമചന്ദ്ര എന്ന് പറയുന്ന ആളാണ്. ഇതിൻ്റെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് ജാമ്യം കിട്ടിയതിൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് വീഴ്ചയെന്നാരോപിച്ച് കൂടുതൽ തെളിവുകളുമായി പോലീസ്. പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം നൽകാതിരിക്കാൻ 13 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടും പ്രോസിക്യൂട്ടർ ജാമ്യത്തെ എതിർത്തില്ല. പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ടെന്ന നിലപാടുമെടുത്തു. കേസ് ഡയറി ഉൾപ്പെടെയുള്ള രേഖകൾ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടില്ല എന്നും പോലീസ് പരാതിപ്പെടുന്നു. LDF സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടർ ഗീന കുമാരിയെ മാറ്റണമെന്നാണ് പോലീസ് കമ്മീഷണറുടെ ആവശ്യം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതി ഹരീഷ് കുമാറിനായിരുന്നു ജാമ്യം ലഭിച്ചത്. എന്നാൽ ഈ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നതിൽ വിവാദം പുകയുകയാണ്. പ്രോസിക്യൂട്ടറുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി കൂടുതൽ തെളിവുകൾ പോലീസ് പുറത്തുവിടുന്നു. പ്രതിക്ക് ജാമ്യം നൽകാതിരിക്കാൻ 13 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് റിപ്പോർട്ട് കൈമാറിയത്. എന്നാൽ പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പ്രതിയുടെ ജാമ്യത്തെ എതിർത്തിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ടർ ഒരു തവണ പോലും ബന്ധപ്പെട്ടിരുന്നില്ല എന്നും കേസ് ഡയറി അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നും പോലീസ് ചൂണ്ടിക്കാട്ടി.
ഹർജിയിൽ വാദം കേൾക്കുന്ന ദിവസം പോലീസിനെ അറിയിച്ചില്ല എന്നും ആരോപണമുണ്ട്. ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം പ്രതികൾക്കുണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടാണ് പോലീസ് കൈമാറിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് പ്രതികളിൽ നിന്ന് കൂടുതൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടായിരുന്നു. അതേസമയം പ്രോസിക്യൂട്ടർ ആകട്ടെ പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട എന്ന നിലപാടാണ് എടുത്തത്. LDF സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ മാറ്റി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി DGPക്ക് പരാതിയും നൽകിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭൂകമ്പ ദുരന്തത്തിൽ തകർന്ന വെനസ്വേലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് പുറപ്പെട്ടു. 35 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് വിമാനത്തിൽ ഉള്ളത്. ഇരട്ട ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 ആയി. 2980 പേർക്ക് പരിക്കേറ്റു. 50,000-ഓളം പേരെ കാണാനില്ല. വെനസ്വേലയിലെ വടക്കൻ തീരപ്രദേശങ്ങളെ തകർത്തുകളഞ്ഞ ഇരട്ട ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ അതിവേഗ രക്ഷാപ്രവർത്തനം. സ്പാനിഷ് ഭാഷയിൽ സൗഹൃദം എന്നർത്ഥം വരുന്ന ഓപ്പറേഷൻ അമിസ്താദ് എന്ന് പേരിട്ടിരിക്കുന്ന ദൗത്യവുമായി വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളാണ് വെനസ്വേലയിലേക്ക് സഹായവുമായി പറന്നത്. 9 വിദഗ്ധ ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരടങ്ങുന്നതാണ് 41 അംഗ ആർമി മെഡിക്കൽ സംഘം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ താൽക്കാലിക ആശുപത്രികൾ സ്ഥാപിച്ച് അടിയന്തര ശസ്ത്രക്രിയകളും ട്രോമ കെയർ ചികിത്സയും ഈ സംഘം നൽകും. വെനിസ്വേലൻ ജനതയ്ക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന 35 ടൺ മെഡിക്കൽ ദുരിതാശ്വാസ സാമഗ്രികൾക്ക് പുറമെ ഇന്ത്യയുടെ അഭിമാനമായ ആരോഗ്യ മൈത്രി പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ചെടുത്ത ഭീഷ്മം ക്യൂബ് മൊബൈൽ ഫീൽഡ് ആശുപത്രിയും വിമാനത്തിലുണ്ട്. മണിക്കൂറുകൾക്കകം ദുരന്ത മേഖലകളിൽ സ്ഥാപിച്ച് 200 രോഗികളെ ഒരേ സമയം ചികിത്സിക്കാൻ ശേഷിയുള്ളതാണ് ഭീഷ്മം ക്യൂബ്. അതേസമയം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തക സംഘവും വെനിസ്വേലയിലുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അമേരിക്കയും $150 ദശലക്ഷം അടിയന്തര സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. വെനസ്വേലയ്ക്ക് പിന്നാലെ ഫിലിപ്പീൻസിലും ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത രേഖപ്പെടുത്തി. ഫിലിപ്പീൻസിലെ തെക്കൻ ദ്വീപായ മിൻഡാനാവോയിലാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 29 കിലോമീറ്റർ താഴെയാണ് ഭൂകമ്പമുണ്ടായത്. ഇതുവരെ ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജൂൺ ആദ്യവാരത്തിലും മിൻഡാനാവോയിൽ ഭൂചലനം ഉണ്ടായിരുന്നു. നിലവിൽ രാജ്യത്ത് സുനാമി മുന്നറിയിപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. വാർത്തയിലേക്ക്. അയോധ്യ രാമക്ഷേത്രത്തിലെ കോടികളുടെ സംഭാവന തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. ക്ഷേത്രത്തിലെ പണം എണ്ണുന്ന ജീവനക്കാർ CCTV ക്യാമറകൾ മറച്ചുപിടിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പ്രത്യേക അന്വേഷണ സംഘം. SIT സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഉള്ളത്. കേസിൽ 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിന് പിന്നാലെ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണം എണ്ണുന്ന ജീവനക്കാർ കോടികൾ തട്ടിയെടുത്തതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. പണം എണ്ണുന്ന മുറിയിലെ CCTV ക്യാമറയ്ക്ക് മുന്നിൽ ഒരാൾ മറഞ്ഞു നിൽക്കുമ്പോൾ മറ്റുള്ളവർ പണം കെട്ടുകളിൽ നിന്ന് മോഷ്ടിക്കുകയും വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കുകയും പിന്നീട് അത് വിദഗ്ധമായി പുറത്തേക്ക് കടത്തുകയുമായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തലുകളുള്ളത്. ബാങ്കിലേക്ക് അയക്കുന്ന പണത്തിന്റെ കെട്ടുകളിൽ അധിക നോട്ടുകൾ തിരികെ കയറ്റുകയും പിന്നീട് അവ കൈക്കലാക്കിയും തട്ടിപ്പ് നടത്തി. പണത്തിനു പുറമെ ഭക്തർ സമർപ്പിച്ച കമ്മലുകൾ, മൂക്കുത്തികൾ, വളകൾ തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളും പ്രതികൾ മോഷ്ടിച്ചിട്ടുണ്ട്. ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്ത 2024 മുതൽ ഈ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് സൂചന. നിലവിൽ 70 ലക്ഷത്തോളം രൂപ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 8 പേരെയാണ് SIT പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രസ്റ്റ് ഭാരവാഹികളുടെ അടുത്ത സഹായികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. കേസിന് പിന്നാലെ ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനുമായ ചമ്പത് റായ് രാജിവെച്ചു. നിഷ്പക്ഷത ഉറപ്പാക്കാനാണ് രാജിയെന്നാണ് ട്രസ്റ്റ് അധികൃതർ പറയുന്നത്. അതേസമയം കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കവർച്ചയെക്കുറിച്ച് സൂചന ലഭിക്കുന്നത്. ഒരു കാണിക്ക വഞ്ചിയിൽ 6 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചില ആഴ്ചകളിൽ 500 രൂപ നോട്ടുകളുടെ കെട്ടുകളിൽ വലിയ കുറവ് കണ്ടെത്തി. തുടർന്ന് പണമെണ്ണുന്ന മുറിയിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചതോടെയാണ് കവർച്ചയുടെ ദൃശ്യങ്ങളും പ്രതികളുടെ പ്രവർത്തന രീതിയും പുറത്തുവന്നത്.
ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയെയും മന്ത്രിസ്ഥാനങ്ങളിൽ നിന്നും മാറ്റിയേക്കും. പല ഉന്നത മന്ത്രിമാർക്കും സ്ഥാനചലനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായില്ലെങ്കിലും ഉന്നതതല ചർച്ചകളെ അടിസ്ഥാനപ്പെടുത്തി ദേശീയ മാധ്യമങ്ങൾ പല കേന്ദ്രമന്ത്രിമാർക്കും സ്ഥാനചലനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ രാജിയെ തുടർന്ന് നിർണായകമായ വകുപ്പ് മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. നിർമ്മലാ സീതാരാമനെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിലേക്ക് മാറ്റിയേക്കും. ചോദ്യപേപ്പർ ചോർച്ചാ വിവാദങ്ങളിൽ പ്രതിക്കൂട്ടിലായ ധർമ്മേന്ദ്ര പ്രധാൻ, എപ്സ്റ്റീൻ ഫയലിലെ പരാമർശങ്ങളും യുദ്ധത്തെ തുടർന്ന് രാജ്യത്തെ എണ്ണ പ്രതിസന്ധി പരിഹരിക്കുന്നതിലെ വീഴ്ചയിൽ ഹർദീപ് സിംഗ് പുരിയെയും മന്ത്രിസഭയിൽ നിന്ന് നീക്കിയേക്കും. ഹർദീപ് സിംഗ് പുരിക്ക് പകരക്കാരനായി മറ്റൊരു സിഖ് നേതാവോ അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്നുള്ള ഒരു നേതാവോ മന്ത്രിസഭയിൽ എത്തിയേക്കും. രാഘവ് ചദ്ദയുടെ പേരും ചർച്ചകളിൽ ഉയരുന്നുണ്ട്. മുൻ RBI ഗവർണറും പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ശക്തികാന്ത് ദാസിനെ ക്യാബിനറ്റിലെത്തിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ട്. JDU തലവനും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ എത്തിയേക്കും. NDAയിലേക്ക് 6 MPമാരെ കൊണ്ടുവന്നതിന് ശിവസേനയ്ക്ക് പ്രതിഫലമായി ശ്രീകാന്ത് ഷിൻഡെയ്ക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കാനാണ് സാധ്യത. അനുരാഗ് ഠാക്കൂർ വീണ്ടും കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയേക്കും. മീററ്റ് MPയായ അരുൺ ഗോവലിനെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. അതേസമയം പങ്കജ് ചൌധരിയെ ഒഴിവാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. രവീന്ദർ സിംഗ് ബിട്ടുവിന് പകരം തരുൺ ചുഗുവിന്റെ പേരും ചർച്ചയിലുണ്ട്. പ്രതാപ് റാവു ജാദവിനെ ആരോഗ്യ മന്ത്രാലയ ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. മനോഹർലാൽ ഖട്ടറിന്റെ ഊർജ്ജ മന്ത്രാലയ ചുമതലയിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ 6ഓളം സഹമന്ത്രിമാരെയും ഒഴിവാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചില നേതാക്കളെ പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി 4 ദിവസത്തെ വിദേശ പര്യടനത്തിലാണ്. പ്രധാനമന്ത്രി തിരിച്ചെത്തിയ ശേഷമായിരിക്കും മന്ത്രിസഭാ പുനഃസംഘടന. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. SIR 9ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി NCERT. പാഠപുസ്തകത്തിൽ അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയതിനു പിന്നാലെയാണ് SIRഉം ഇടം പിടിച്ചത്. 9ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലാണ് SIR ഉള്ളത്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 1975 ജൂൺ 25 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ജനാധിപത്യ ചട്ടക്കൂടിനേറ്റ ഗുരുതര വെല്ലുവിളിയാണെന്ന് പാഠഭാഗത്ത് പറയുന്നു. മൗലിക അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കൽ, പത്രസ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം, പ്രതിപക്ഷ നേതാക്കളുടെ അറസ്റ്റ്, ഭരണകൂട അധികാര കേന്ദ്രീകരണം എന്നിവയെല്ലാം വിശദമായി പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഇനിയൊരു ആശ്വാസ വാർത്തയിലേക്കാണ്. രാജ്യത്ത് വാണിജ്യ ഗാർഹിക സിലിണ്ടറുകൾക്ക് വില കുറഞ്ഞേക്കും. സിലിണ്ടറിന് 500 മുതൽ 700 രൂപ വരെ കുറഞ്ഞേക്കുമെന്നാണ് വിവരം. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണക്കമ്പനികളുമായി ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രതിസന്ധിക്ക് അയവ് വന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. അതിനിടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില പഴയ നിലയിലെത്തി. ഇന്ന് ബാരലിന് $70.71 എണ്ണവില. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുൻപ് ബാരലിന് വില $71.19 ആയിരുന്നു. വാണിജ്യ സിലിണ്ടർ വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നീക്കുന്ന കാര്യത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി. ഇന്ധനവില കുറയ്ക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകും. എണ്ണ ഇറക്കുമതി സാധാരണ നിലയിലെത്തിയെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. സിലിണ്ടറിന് 500 മുതൽ 700 രൂപ വരെ കുറഞ്ഞേക്കുമെന്നാണ് വിവരം. അടുത്ത മാസം 1-ാം തീയതി പുതിയ വില പ്രഖ്യാപിക്കും. നിയന്ത്രണം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്ത് നൽകിയിരുന്നു. യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. PNG കണക്ഷൻ എടുത്തവർ അത് തുടരണമെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്നുണ്ടായ പ്രതിസന്ധിയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വില വർദ്ധിക്കുന്നതിനും കാരണമായത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും LPG ശേഖരം കപ്പലുകളിലും കണ്ടെയ്നറുകളിലുമായി രാജ്യത്തിന്റെ വിവിധ തീരങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആവശ്യത്തിന് LPG ലഭ്യത ഉറപ്പായ പശ്ചാത്തലത്തിലാണ് വിതരണം പഴയപടിയാക്കാൻ സർക്കാർ അടിയന്തര നിർദ്ദേശം നൽകിയത്. വില കൂടി കുറയുന്നതോടെ രാജ്യത്തെ വാണിജ്യ LPG വിതരണം സാധാരണ നിലയിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ആവശ്യത്തിന് സിലിണ്ടറുകൾ ലഭിക്കാതിരുന്നതും കടുത്ത വിലവർദ്ധനവും കാരണം ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു. LPG സിലിണ്ടറുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ മാറുകയും വില കുറയുകയും ചെയ്യുന്നതോടെ അടച്ചുപൂട്ടിയ ഹോട്ടലുകൾ വീണ്ടും തുറക്കാനാകുമെന്നാണ് വ്യാപാരികളും സർക്കാരും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.
ഹോർമൂസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൗത്യം നിർത്തിയെന്ന അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. ഒമാൻ തീരത്ത് കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. ഇതിനിടെ ഇറാൻ നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഉത്തരവാദിത്തം കപ്പൽ ഉടമകൾക്കും കമ്പനികൾക്കും കപ്പൽ കമാൻഡർമാർക്കുമായിരിക്കുമെന്നും ഇറാൻ അറിയിച്ചു. ഒമാൻ തീരത്ത് കാർഗോ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഒമാൻ തുറന്ന സുരക്ഷിത നാവിക പാതയ്ക്ക് എതിരെയായിരുന്നു ആക്രമണം.